വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തിന് തെക്കോട്ട് ക്യൂബ, പ്ലൂട്ടോ റിക്കോ, ബെർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പരന്നുകിടക്കുന്ന ഈ പ്രദേശത്ത് അറിഞ്ഞതും അറിയാതെ പോയതുമായ നിരവധി കപ്പലുകൾ ഒളിഞ്ഞുകിടക്കുന്നു. കണ്ടുകിട്ടിയവയിൽ അപകടത്തിൽപ്പെട്ട യാതൊരു തുമ്പുകളും അവശേഷിച്ചിട്ടുമില്ല. ഇങ്ങനൊരു ഭീകര പ്രദേശത്തിൻ്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത് അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹമാസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാനുഭവങ്ങളിൽ കൂടിയാണ്. ആ പ്രദേശത്തു കൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചികൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു രേഖയും ലഭിച്ചിട്ടുമില്ല. അതേസമയം വർഷം 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്കുകപ്പൽ ഈ പ്രദേശത്ത് കാണാതായി. കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ 300ഓളം ജീവനക്കാരും ഏതാണ്ട് 10,000 ടൺ മഗ്നീഷ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായുമില്ല. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല. ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിൻ്റെ തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഏറ്റവും ദുരൂഹമായ സംഭവം. ഇതിനെ തിരഞ്ഞുപോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതോടെ ഈ നിഗൂഢതയെക്കുറിച്ച് ലോകമറിയുന്നു. വിമാനത്തെ അന്വേഷിച്ചയച്ച വിമാനങ്ങളും കാണാതായി. സംഭവത്തിൽ 27 പേരും 6 വിമാനങ്ങളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. വർഷം 1947 ഡിസംബർ 5-നാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1000-ഓളം ജീവനുകൾ ബർമുഡ ത്രികോണം എടുത്തിട്ടുണ്ട്. എല്ലാം നിഗൂഢ സാഹചര്യത്തിൽ കാണാതായതാണ്. എങ്കിലും കടൽ യാത്ര സുഖകരമായ പ്രദേശങ്ങളല്ല ഈ ഭാഗത്തെന്ന് തെളിയിക്കുന്നു. ബർമുഡ ത്രികോണത്തിൻ്റെ ഭാഗം, വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാരണം. ഇതുതന്നെയാണ് ഈയൊരു പ്രദേശത്തെ നിഗൂഢമാക്കി വെക്കുന്നതും. ബർമുഡ ട്രയാങ്കിളിലെ ബർമുഡ, ഫ്ലോറിഡ, പ്യൂർട്ടോ റിക്കോ എന്നീ ദ്വീപുകൾക്കിടയിലെ ഭാഗങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആർക്കും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും മാനവരാശിയിൽ നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നു. ബർമുഡയുടെ അഗാധതയിൽ ആഴ്ന്നുപോയ കപ്പലുകളും വിമാനങ്ങളും എത്രയെന്നും ആർക്കും അറിയില്ല. പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആണവശക്തി ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും ആധുനിക വിമാനങ്ങളും വരെ അവയിൽ പെടും. കാരണമെന്നത് ആർക്കും വ്യക്തവുമല്ല. ഒരു കാര്യം മാത്രം എല്ലാവർക്കും അറിയാം: നിഗൂഢത തളം കെട്ടിയ ഈ ജലഭാഗം വളരെ അപകടകാരിയാണെന്നത്. ഇതിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ടവർ പറഞ്ഞ പ്രകാരം ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടാൽ വടക്കു നോക്കി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാകും. തങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. വിശദീകരണങ്ങൾ സംഭവങ്ങളുടെ ദുരൂഹതയും നിഗൂഢതയും വർദ്ധിപ്പിക്കുകയാണ്. കാരണങ്ങൾ അറുത്തുമുറിച്ച് പരിശോധിച്ചു നോക്കിയിട്ടും ഒന്നിലും ഒതുങ്ങാതെ കുറേ സംഭവങ്ങൾ ശാസ്ത്രജ്ഞരെ നോക്കി കണ്ണിറുക്കുന്നു. വർഷം 1947 ജൂൺ 25-ന് കെനറ്റ് ആർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികകളെ കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തത് ഏലിയൻസ് ഗേറ്റ് വേ ആണെന്ന് വാദത്തിനു ബലമേകുന്നു. ബർമുഡ ട്രയാങ്കിളിന് സമീപത്തായി കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് ഏറ്റവും പുതിയ വിസ്മയങ്ങളിലൊന്ന്. സമുദ്രനിരപ്പിന് 200 മീറ്റർ താഴെ 800 മീറ്റർ നീളവും 200 മീറ്റർ ഉയരവുമുള്ള പിരമിഡാണ് ഇവിടെ കണ്ടെത്തിയത്. പിരമിഡിൻ്റെ ഉത്ഭവത്തെപ്പറ്റി തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈയിടെ കണ്ടുപിടിച്ച 2 പിരമിഡുകളാണ് ഏറെ കൗതുകകരം, മാത്രമല്ല നിഗൂഢകരവും. ഇവയ്ക്ക് ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ വലിപ്പവുമുണ്ട്. 2 പിരമിഡുകളെയും മുകളിലായി വലിയ ദ്വാരങ്ങളും. രണ്ടാമത്തെ പിരമിഡിൻ്റെ മുകളിലൂടെ സമുദ്രജലം അതിശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു.
ഇത്തരം പിരമിഡുകൾ തന്നെയാണോ ബർമുഡയ്ക്കും ഫ്ലോറിഡയ്ക്കും പ്യൂട്ടോറിക്കയ്ക്കുമുള്ളിൽ സമുദ്രഭാഗത്ത് കാണുന്നത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്നത്. ആണെങ്കിൽ ഇവയ്ക്ക് കൊമിക്സ് രശ്മികളെ ആഗിരണം ചെയ്യുവാനും സമീപഭാഗത്ത് ആകർഷിക്കാനും ആവുമത്രേ. ഇതുതന്നെയാണോ വർഷങ്ങളായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ബർമുഡ ട്രയാങ്കിളിൻ്റെ ആകർഷണ രഹസ്യമെന്ന് ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു. എന്തായാലും ആർക്കും കണ്ടുപിടിക്കാത്ത രഹസ്യങ്ങളുടെ കലവറയായി ബർമുഡ ട്രയാങ്കിൾ ഇന്നും അനേകം ഗവേഷകർക്ക് പഠന വിഷയമാണ്. പോയ നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായത് ബർമുഡ ട്രയാങ്കിളിലൂടെ യാത്ര ചെയ്ത 50-ലധികം കപ്പലുകളും അതിന് മുകളിലൂടെ പറന്ന 20-ലധികം വിമാനങ്ങളുമാണ്. ഇതിൽ ഭൂരിപക്ഷത്തിൻ്റെയും പൊടി പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതും നിഗൂഢത തന്നെയാണ്. അവശിഷ്ടങ്ങൾ കിട്ടാതെ തിരോധാനത്തിനു പിന്നിലെ ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുമില്ല. കഥകൾ പലതും വിശ്വസിക്കാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല. വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ശാസ്ത്രവും പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം എന്ത് തന്നെയായാലും സത്യത്തേക്കാളുള്ള അകലം കുറഞ്ഞു വരുന്നു എന്ന് വിശ്വസിക്കാം. അതുവരെ അന്യഗ്രഹ ജീവികൾ കപ്പലും വിമാനവും തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത പ്രകൃതിയുടെ കുസൃതിയെന്നോ വികൃതിയെന്നോ വിളിക്കാവുന്ന പ്രതിഭാസത്തിലൊന്നായി നിഗൂഢതയായി ബർമുഡ അങ്ങനെ എന്നും നിലനിൽക്കും, അടുത്ത ഇരയും കാത്ത്.